ആലുവ സെന്റ് ഡൊമിനിക്സ് ദേവാലയത്തിലെ ദർശന തിരുനാൾ 2007 ഏപ്രിൽ 26, 27, 28, 29, 30 തീയതികളിൽ സാഘോഷം കൊണ്ടാടി. ഏപ്രിൽ 26-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് തിരുനാൾ കൊടിയേറിയതോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഏപ്രിൽ 30 തിങ്കളാഴ്ച രാവിലെ 6:30 നടത്തപ്പെട്ട പരേതരായ ദർശന സമൂഹാംഗങ്ങളുടെ ഓർമ്മയാചരണത്തോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചു. ആയിരക്കണക്കിന് വിശ്വാസികൾ 5 ദിവസം നീണ്ടുനിന്ന തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ച് ആലുവ പള്ളിയുടെ നാമഹേതുകനായ വിശുദ്ധ ഡൊമിനിങ്കോസിനെ ആദരിക്കുകയും വിശുദ്ധന്റെ മധ്യസ്ഥത്തിൽ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ആലുവ പള്ളി സ്ഥാപിതമായി 192 വർഷം പിന്നിടുമ്പോൾ ഇക്കുറി തിരുനാളിന് നായകത്വം വഹിക്കാൻ ഭാഗ്യം സിദ്ധിച്ചത് ആലുവ പള്ളിയുടെ വികാരി റവറൻ ഫാദർ പോൾ മനയമ്പള്ളിക്ക് ആണ്. ആഘോഷാധികാരികളിലും തിരുക്കർമ്മങ്ങളിലും ഒപ്പം വിശ്വാസികളുടെ ആത്മനവീകരണത്തിനും നേതൃത്വം നൽകിയ അദ്ദേഹത്തിന് സഹായിയായി അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ജോപോൾ കിരിയാന്തൻ തിരുനാൾ ആഘോഷങ്ങളുടെ സജീവ സാന്നിധ്യമായി നിന്നു. ആലുവ ഇടവകയിലെ വിശുദ്ധ ഡൊമിനിങ്കോസിന്റെ ദർശന തിരുനാൾ ആഘോഷിക്കുന്നത് ഉയർപ്പ് പെരുന്നാൾ കഴിഞ്ഞ് 3-ാം ഞായറാഴ്ചയാണ്. 1868 ആലുവ ഇടവകയിൽ ദർശന സമൂഹം സ്ഥാപിക്കപ്പെടുന്നത്. ഈ ദർശന സമൂഹമാണ് വിശുദ്ധന്റെ തിരുനാളിന് ചുക്കാൻ പിടിക്കുന്നത്. സ്ഥാപിക്കപ്പെട്ട് 192 വർഷവും കൂദാശ ചെയ്യപ്പെട്ട് 178 വർഷവും ദർശന സമൂഹം സ്ഥാപിതമായിട്ട് 139 വർഷവും പൂർത്തിയാക്കുന്ന 2007-ാം ആണ്ടിൽ ആലുവ പള്ളിയിലെ വിശുദ്ധ ഡൊമിനിങ്കോസിന്റെ ദർശന തിരുനാൾ ആഘോഷത്തിന് പ്രസുതേന്തിയാകാൻ ദൈവിക പരിപാലനയുടെ ഭാഗമായി നിയുക്തനായത് ശ്രീ കരുവേലി ആന്റണിയാണ്. പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് ജപമാല ഏറ്റുവാങ്ങിയ ഭാഗ്യജാതനായ വിശുദ്ധ ഡൊമിനിങ്കോസ് പുണ്യവാളന്റെ മധ്യസ്ഥ തിരുനാൾ നടത്താൻ 75-ാം വയസ്സിൽ തനിക്ക് ദൈവകൃപയാൽ സാധിച്ചത് ആയുസ്സിന്റെ പുണ്യമായി കരുതി ചാരിതാർത്ഥ്യമടയുകയാണ് ശ്രീമാൻ കരുവേലി പൈലി ആന്റണി. ആലുവയിലെ 192 വർഷം പഴക്കമുള്ള ഈ സുറിയാനി കത്തോലിക്ക പള്ളി നഗര ചരിത്രത്തിന്റെ മൂലക്കല്ലാണ്. ആലുവ പട്ടണത്തിന്റെ മുഴുവൻ യശോധാവല്യങ്ങൾക്കും നിദാനമായി നഗരമധ്യത്തിൽ പെരിയാറിന് അഭിമുഖമായി ഉത്തംഗ ശീർഷനായി നിൽക്കുന്ന ഈ ദേവാലയം ഒരു ജനപദത്തിന്റെ ആത്മീയതയുടെ സമഗ്ര ഭാവവും പേറുന്നു. വിശുദ്ധ ഡൊമിനിങ്കോസിന്റെ നാമധേയത്തിൽ പണികഴിപ്പിക്കപ്പെട്ട ഈ ദേവാലയം ക്രിസ്തുവർഷം 1829 ഉദാശ ചെയ്യപ്പെട്ടു. കിഴക്കമ്പലം സ്വദേശിയായ ഇറമ്പി ഗീവർഗീസ് മൂപ്പച്ചൻ ആലുവ പള്ളി പണികഴിപ്പിച്ചു. കിഴക്കമ്പലം കണിയോടിക്കൽ കുടുംബാംഗമായിരുന്ന ഗീവർഗീസ് മൂപ്പച്ചൻ 35 വർഷം സേവനം പൂർത്തിയാക്കി ഇവിടെ വെച്ച് തന്നെ തന്റെ ആത്മാവിനെ കർത്താവിൽ ഏൽപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടം അന്നത്തെ പള്ളിയകത്ത് തന്നെ സംസ്കരിക്കുകയുണ്ടായി. ഇന്നത്തെ പള്ളിയകത്ത് പ്രധാന ഹാളിന്റെ കിഴക്ക് തെക്ക് ഭാഗത്ത് അൽത്താരയുടെ മുമ്പിലായിട്ടാണ് ആ കല്ലറയുടെ സ്ഥാനം എന്ന് പഴമക്കാർ പറയുന്നു. കൊല്ലവർഷം 998 ആലുവയിൽ തിരുവിതാംകൂർ മഹാരാജാവിന്റെ കൽപ്പനപ്രകാരം ചന്ത സ്ഥാപിക്കുകയും 56 കുടുംബങ്ങളെ ആലുവ അങ്ങാടിയിൽ 8 കോൽ വീതം സ്ഥലം നൽകി കുടിയിരുത്തുകയും ചെയ്തു. അതിനു മുൻപ് തന്നെ ആലുവയിൽ ക്രിസ്ത്യാനികൾ വസിച്ചിരുന്നു. രാജവിളംബരപ്രകാരം ചന്ത ഉണ്ടാകുന്നതിന് മുൻപേ പള്ളിപ്പണി തുടങ്ങിയിരുന്നു എന്നാണ് ചരിത്രരേഖ. 4 പുനരുദ്ധാരണങ്ങൾക്ക് ശേഷമാണ് വിശുദ്ധ ഡൊമിനിങ്കോസിന്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയം ഇന്നത്തെ സ്ഥിതിയിൽ ആയിരിക്കുന്നത്. ദേവാലയത്തിലെ തിരുസ്വരൂപത്തെക്കുറിച്ച് പരമ്പരാഗതമായി കേട്ടുവരുന്ന ഒരു ഐതിഹ്യമുണ്ട്. പള്ളിപ്പണി നടന്നുകൊണ്ടിരിക്കെ ആലുവ പുഴയിലൂടെ കൊച്ചിയിലേക്ക് രൂപങ്ങൾ കയറ്റി പോവുകയായിരുന്ന ഒരു വള്ളം ആലുവ ചന്തക്കടവിലടുത്തു. അതിൽ ചൈതന്യധന്യമായ വിശുദ്ധ ഡൊമിനിങ്കോസിന്റെ തിരുസ്വരൂപം ഇടവകക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ അതിന് വിലപേശിയെങ്കിലും വില കൊണ്ടൊക്കാതെ കച്ചവടക്കാർ പോയി. എന്നാൽ വിസ്മയകരമെന്നോണം പിറ്റേ ദിവസം ചന്തക്കടവിൽ പ്രസ്തുത രൂപം പുഴയരികിലെ മണൽത്തിട്ടയിൽ കിടക്കുന്നത് കണ്ട് ഒരു മുഹമ്മദീയ സഹോദരൻ പള്ളിയിൽ അറിയിക്കുകയും അച്ഛനും ജനങ്ങളും ചേർന്ന് അത്യാഡംബരപൂർവ്വം അത് പള്ളിയിലേക്ക് എടുപ്പിക്കുകയും ചെയ്തു. പിന്നീട് കച്ചവടക്കാർ ഇതറിഞ്ഞ്
പള്ളിയിലെത്തി ക്ഷമയാചിച്ച് അച്ഛനെ കണ്ടു. അദ്ദേഹം അവർക്ക് രൂപത്തിന്റെ വില നൽകി മടക്കി അയക്കുകയും ചെയ്തത്രേ. ആലുവ പള്ളിയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഡൊമിനിങ്കോസ് 1170 സ്പെയിനിലെ ബുർഗോസ് പ്രോവിൻസിൽ ജനിച്ചു. അദ്ദേഹം ദൈവശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും പാണ്ഡിത്യം നേടി. കർഷകരുടെയും പാവങ്ങളുടെയും മോചനത്തിനു വേണ്ടി പോരാടുകയും അടിമത്താവളങ്ങളിൽ തടവിലാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. 25-ാമത്തെ വയസ്സിൽ പൗരോഹിത്യം സ്വീകരിച്ച ഡൊമിനിങ്കോസ് സഭയിലെ പാഷണ്ഡതയ്ക്കെതിരായി പോരാട്ടം നടത്തി. വിശുദ്ധ ഡൊമിനിങ്കോസിന് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ജപമാല ഭക്തി പ്രചരിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടതായി പറയപ്പെടുന്നു. ജപമാല ഭക്തിയുടെ മുഖ്യ പ്രചാരകനായിരുന്നു അദ്ദേഹം. പുണ്യചരിതനായ ഡൊമിനിങ്കോസ് ഒരു വിധവയുടെ മകനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 51-ാം വയസ്സിൽ നിത്യനിദ്ര പ്രാപിച്ച ഡൊമിനിക്കിനെ 13 വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ആലുവായുടെ മധ്യസ്ഥനായ വിശുദ്ധ ഡൊമിനിങ്കോസിന്റെ സ്മരണാർത്ഥമാണ് അദ്ദേഹം അഭ്യസിപ്പിച്ച ജപമാല ഭക്തി ഇടവകക്കാരിൽ വളരുന്നതിനു വേണ്ടി ജപമാല ചൊല്ലിക്കൊണ്ടുള്ള ആഘോഷമായ പട്ടണ പ്രദക്ഷിണം കൊല്ലം തോറും ഡിസംബർ 8-ാം തീയതി കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച നടത്തിവരുന്നത്. വിശുദ്ധ ഡൊമിനിങ്കോസിന്റെ മാതൃക ജീവിതത്തിൽ പകർത്തി ആലുവായിൽ സാധുജന സേവനത്തിനും സാധുജന ശുശ്രൂഷയ്ക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച 2 ആത്മീയ ആചാര്യന്മാരുടെ മാതൃകാപരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആലുവാക്കാർക്ക് മറക്കാനാവില്ല. ഭാഗ്യസ്മരണീയരായ അവർ OFM കപ്പൂച്ചൻ സഭാംഗങ്ങളായ റവറൻ ഫാദർ ഇഗ്നേഷ്യസും സൈക്ലച്ചൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന റവറൻ ഫാദർ ജോസഫ് മാനുള്ളിയുമാണ്. കഴിഞ്ഞ വർഷത്തെ തിരുനാളിനോടനുബന്ധിച്ച് 2006 മെയ് 6-ാം തീയതി 2007 വിശുദ്ധ ഡൊമിനിങ്കോസ് പുണ്യവാളന്റെ ദർശന തിരുനാൾ ഏറ്റെടുത്ത് നടത്തുവാൻ വേണ്ടി ദർശന സമൂഹം ആലുവ കരുവേലി പൈലി മകൻ ആന്റണിയെ തെരഞ്ഞെടുത്തു. സർവശക്തനായ പിതാവും പുത്രൻ പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പിതാവായ